വെൽക്കം ടു പാത്തൂസ് വേൾഡ്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ വേലങ്ങുന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ നല്ല ട്രാഫിക് തിരക്കാണ്. വേലങ്ങുൻ പാർക്കാണുള്ളത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കടന്നിട്ട് നോക്കാം, എങ്ങനെയുണ്ടെന്ന് നോക്കാം കേട്ടോ. എനിക്ക് എങ്ങനെയുണ്ടെന്ന് അറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. നോക്കാം എങ്ങനെ ഉണ്ടാവുമോ. ശരിക്കും പറഞ്ഞാൽ ഗസ് ചെയ്യണം വിചാരിച്ചു, ഞാൻ എന്നെ പറ്റിക്കുകയാണ് വിചാരിച്ചത്. ശരിക്കും ഞാൻ വേലങ്ങോട് വാർക്കാണ്. അപ്പം വേലങ്ങോട് ഡാമിലെ അടിപൊളിയായിരുന്നു. ഞാൻ ഗസ് ചെയ്യണം വിചാരിച്ചു, പറ്റിക്കുകയാണ് വിചാരിച്ചു. ശരിക്കും അങ്ങനെയൊന്നല്ല. നിങ്ങൾ വന്നിട്ട് അഭിപ്രായം പറയാം, അടിപൊളിയാണ്. നിങ്ങളൊന്ന് വന്നിട്ട് കമൻറ്റ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കില്ല. അതൊന്ന് നമുക്ക് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് നമുക്ക് നോക്കാം. നമുക്ക് ഉള്ളിക്ക് നടക്കണ്ടേ, എന്നാ പറയാം, നമുക്കത് കാണാം. പറഞ്ഞത് അറിയില്ല, നമുക്ക് നോക്കാം. എന്താണെന്നറിയില്ല, അവിടെ നല്ല തിരക്കുണ്ട്. ഞങ്ങളിത് ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഗൈസ്, ഇതാണ് ഓപ്പൺ ഓടിച്ചു. ഹിന്ദി ഇത് പറയാൻ പറ്റില്ല. നമുക്ക് അതിനുള്ളിലേക്ക് നോക്കി വെക്കാം. അതിൽ എന്താ നമ്മതിൽ പാർക്കുള്ളെന്ന് പറയുന്നു. ഗായ്സ്, സ്റ്റെപ്പൊക്കെ നല്ല രസമുണ്ട്. അവിടേക്ക് ഇറങ്ങിയതിൻ്റെ ഒരു ഫീലേ. ഓ അയ്യേ അല്ല. അപ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങി വന്നിട്ടാ. അപ്പോൾ ഒരു പഴയ ഒരു കലാമണ്ഡപം എന്തോ ഒരു സാധനം കണ്ടു കേട്ടോ. അതിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് അവിടെ ഞാൻ ഇറങ്ങണം. അപ്പോൾ ഗായ്സ് ഇങ്ങനെ ഇറങ്ങിയാണ്. അപ്പോൾ ആ ഗുഹ എന്തോ ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ ഞാൻ പോയി നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ നോക്കി, പിന്നെ തിരിച്ച് അവിടെ കുറച്ച് നേരം വട്ടം കറങ്ങി. അങ്ങനെ ഞാൻ എന്താണ് വട്ടം കറങ്ങി ഇറങ്ങി വരാണ് കേട്ടോ. ഇറങ്ങി വരാൻ കുറച്ച് പാടുണ്ട്. ഞാനൊക്കെ വേഗം ഓടി. എനിക്ക് ഓടിയിട്ട് കയറാനാണെങ്കിൽ കുറച്ച് എളുപ്പമുണ്ട്. ഇങ്ങനെ നടന്ന് കയറുകയാണെങ്കിലോ അതും വലിയ സ്റ്റെപ്പാണ് ഗൈസ്. നിങ്ങൾ അവിടേക്ക് പോയാൽ തീർച്ചയായും നിങ്ങൾ കാണണം. അവിടേക്കൊക്കെ ഇറങ്ങി ചാടി ഓടി പോകണേക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല വ്യൂ പോയിൻ്റ് ആയിരുന്നു ഗൈസ്. ഓ സഹിക്കാൻ മേലേ ഗൈസ്. ഞങ്ങളിങ്ങ് പാർക്കിക്ക് പോകണം. ഓടിച്ചവരൊക്കെ കണ്ടോട്ടെ. ഡാൻസ് കുറച്ച് നേരം കളിച്ച് നമുക്കിനി പാർക്കിക്ക് നേരെ കിടക്കാം. നടന്നോളൂ. അപ്പം ഗായ്സ്, ഞങ്ങൾ പാർക്കിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ആൾക്കാരൊക്കെ കണ്ടപ്പോൾ വേഗം ഓടിച്ചാടി പോയിട്ടപ്പോൾ പിന്നെ ടാറ്റൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പപ്പ മുമ്പിൽ പോയപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ടോ. പക്ഷെ നല്ല ദൂരമുണ്ടേ. ആ സ്റ്റെപ്പാണെങ്കിൽ ഇടിഞ്ഞും പൊളിഞ്ഞിരിക്കണേ. ഞാൻ വേഗം ഓടിപ്പോയി. ഞാൻ ഇടയ്ക്ക് വീഴാൻ പോയേ. അപ്പം ഞാൻ മെല്ലെ നടന്ന് കയറി. കുറച്ച് സൂക്ഷിച്ച് കയറണം. നമ്മുടെ കണ്ണ് അതാണ്. നിങ്ങൾ വിചാരിക്കുക ഇതൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ വിജയിക്കേണ്ട ആവശ്യമില്ല, നേരെ പാർക്കിക്കെത്താൻ. അപ്പോൾ പാർക്കിക്ക് എത്തിയിരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് എന്തോ നിന്നു കേട്ടോ. എനിക്കറിയില്ല, ഞാൻ എന്തൊക്കെയോ നിന്നു. ഞാൻ വീഴാൻ പോയിട്ടോ. അപ്പോൾ ഗൈസ്, എൻ്റെ പപ്പ അവിടെ എത്തി. ഞാൻ വേഗം ഓടിപ്പോയിട്ടോ. പപ്പ അവിടെ എത്തി കഴിഞ്ഞിട്ട് ഓടിപ്പോയി സ്പീഡിൽ. എനിക്ക് പോലും അറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പാർക്കിലെത്തി. വേലങ്ങാംകുന്ന് പാർക്കിലെത്തി.
അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് പോയിട്ടുള്ള ശേഷം നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഞാൻ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ടിക്കറ്റ് എടുത്തോന്ന് എനിക്കറിയില്ല. എടുത്തുട്ടോ ഗൈസ്. അപ്പോൾ പാർക്കിലേക്ക് പോവാൻ കുറച്ച് പാടുണ്ട് കേട്ടോ ഗൈസ്. നല്ല ദൂരമാണ്, പക്ഷെ നല്ല വ്യൂ ആണ്. മരങ്ങളും ഇതൊക്കെയുണ്ട്. ഞങ്ങൾ ഇതാണ് വെച്ചു. അതെ, ഇതാണ് ഞങ്ങൾ ഒരു കടയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞാൻ വെറുതെ ഇങ്ങനെ നിന്നു. പിന്നെ വേഗം പോയിട്ടു ഗൈസ് ബാക്കി കൊണ്ടുവന്നിട്ട്. അപ്പോൾ കണ്ടോ എന്ത് നല്ല മരങ്ങളാണ്, നല്ല മരങ്ങൾ, നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഞാൻ അതിൽ കൂടെയൊക്കെ ഇങ്ങനെ ഉരുസി പോകണിട്ട് കണ്ടോ ഇങ്ങനെ ഉരുസി പോകുമ്പോൾ നിങ്ങൾക്ക് പല പേർക്കും ഒരു ഫീൽ ഉണ്ടാവും. അതെ ഗൈസ്, എനിക്ക് അങ്ങനത്തെ ഒരു ഫീലുണ്ട്. ഞാൻ അങ്ങനത്തെ കുട്ടിയാട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പോവാൻ. അപ്പം നിറയെ ജനങ്ങളും ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല കാടുമലയൊക്കെ കേട്ടോ. അപ്പോൾ ദേ അവസാനം ഞങ്ങൾ വെലങ്ങൻകുന്നിൽ വ്യൂ പോയിന്റ് എത്തിയിരിക്കുന്നു. എന്ത് വ്യൂ ആണ് ഗൈസ്. അതെ, എന്നെ പപ്പ എടുത്തിട്ട് എനിക്ക് കരച്ചിലൊന്നും ഞാൻ ആരെന്നെ കളിയാക്കല്ലേ. അപ്പോൾ ഗൈസ് നല്ല രസമാണ്, നല്ലൊരു വ്യൂ പോയിൻ്റാണ്. എന്നെ പപ്പ എടുക്കുകയാണ് കേട്ടോ. എനിക്ക് നടക്കണം പറഞ്ഞിട്ട് എൻ്റെ പപ്പ എടുക്കുകയാണ് കേട്ടോ ഗൈസ്. ഇത്രയും നടക്കണ്ടേ വെച്ചിട്ടായിരിക്കും അല്ല. അവനെ ഞങ്ങൾ അതിലൊക്കെ ഇരുന്നു നടന്നു പോവുകയാണ്. അവനെ ഞാനിങ്ങനെ പിന്നെ ഞാൻ ഇറങ്ങി കേട്ടോ ഗൈസ്. ഇറങ്ങണം പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പാർക്കിൽ പോയിക്കൊണ്ടിരിക്കും. ഇവിടെ കുറേ നടക്കാനുണ്ട്. നടന്ന് മനുഷ്യൻ്റെ പ്രാന്ത് പിടിക്കണ്ടേ. അപ്പോൾ നേരെ നമുക്ക് പാർക്കിൻ്റെ ഉള്ളിൽ പോവാം. അപ്പോൾ പപ്പ അവിടെ ഉണ്ടെന്നൊക്കെ പറയുന്നു. എനിക്കറിയില്ല, ഫുൾ കാടാട്ടോ. അതിൻ്റെ മേലെ ഒരു പാല വെച്ചാണ് കളർഫുൾ. അങ്ങനെ ഞാൻ വേഗം ഓടിപ്പോയിട്ടോ ഗൈസ് പപ്പനോടെ. അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ഒരു പാലം വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ്, വേറെ ഒന്നുമില്ല. പ്രത്യേകിച്ചിട്ട് ഒരു പാർക്കും ഉണ്ട് കേട്ടോ. നല്ല രസമാണ് ആ പാർക്കിൽ കളിക്കാൻ. എൻ്റെ പപ്പ പറഞ്ഞോട് വന്ന് ഞാൻ വന്നു. അപ്പോൾ ഈ പാൻറ് നോക്കിയാൽ അത്യാവശ്യം നല്ല രസമാണ്. അപ്പം ഗൈസ് കുട്ടിയതുകൊണ്ട് വേഗം നടന്നു പോയിട്ടോ ഗൈസ്. നല്ല തിരക്കായിരുന്നു. വാവ്, പാർക്ക്. ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി പോകാൻ പറഞ്ഞു. പപ്പ പറഞ്ഞു ഇത് കേടാണെന്ന്. അപ്പോൾ ഇതൊക്കെ കേടാട്ടോ. ഞാൻ പിന്നെ അറിഞ്ഞൂട്ടാ. അതിൻ്റെ ഉള്ളിൽ 3 പാർക്കുണ്ട് അത്ര. അതിൽ 2 കേടാണ്, 1 നല്ല അത്ര. എത്ര വേണമെങ്കിലും ഉണ്ട്. അപ്പോൾ ഞാൻ വേഗം ഓടി. പപ്പനെയും കാട്ടി ഞാൻ വേഗം മുമ്പിൽ ഓടി. എന്നിട്ട് അവിടെ തിരക്കായത് കൊണ്ട് ഞാൻ ഓടിയില്ല കേട്ടോ ഗൈസ്. അപ്പം ഞാൻ വേഗം ഓടിയപ്പോൾ ഒരു ബാൽക്കണി കണ്ടു. അതൊക്കെ അതിനെയും കാട്ടി ഞാൻ അതൊക്കെ കടന്നിട്ട് ഞാൻ വേഗം ഓടിപ്പോയിട്ടോ ഫ്രണ്ടിൽ. അവനെയും ഞാൻ നേരെ ഇടയിലൊക്കെ വ്യൂ പോയിന്റ് ഉണ്ടായിരുന്നു കേട്ടോ ഗൈസ്. നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാത്തതുകൊണ്ടാണ്. നിങ്ങളെന്താ ഇതൊക്കെ കണ്ടില്ലോ. അപ്പോൾ ഗൈസ് പാർക്ക് കണ്ടു കേട്ടോ. ബാൽക്കണി അതിൽ ഇരിക്കണം എന്നുണ്ട്, പക്ഷേ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാർക്കാണ്. അപ്പോൾ പാർക്കിൽ പോവാതെ ഗൈസ് പാർക്കിൻ്റെ മുമ്പിലെത്തിയിരിക്കുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ മുമ്പിലെത്തി. അയ്യോ, ഞാൻ ഓരോരോ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ വേഗം ഓടിപ്പോയിട്ടോ. എനിക്ക് പാർക്കിൽ കയറണം. ഞാൻ പപ്പൻ്റെ വേഗം ഓടിപ്പോയി ടിക്കറ്റൊക്കെ എടുത്തു. ഞാൻ മമ്മിക്ക് കുറച്ച് വീഡിയോസ് എടുക്കണം അത്ര. അപ്പം ഞാൻ അതൊക്കെ എടുത്തു വേഗം പോയി പാർക്കിൽ പോവുകയാണ്. കുറേ ഇതൊക്കെ ഉണ്ടായിരുന്നത്, നല്ല വ്യൂ പോയിൻ്റൊക്കെ ഉണ്ടായത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. നമ്മൾ പപ്പ അവിടെ എത്തിയിട്ടു ഗൈസ്. എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രതിമയാണ്. എന്താ പ്രതിമ എനിക്ക് അറിഞ്ഞൂടാ. പഴയ ഒരു കുട്ടികളോ ഒരു ചെന്നായ ഒരു എന്തൊക്കെയോ എനിക്ക് അറിഞ്ഞൂടാട്ടാ. അപ്പോൾ ഒരു പോലീസ് മാമ ഇല്ല കേട്ടോ, സെക്യൂരിറ്റി വന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നുണ്ട്.
കിടത്തോട്ടെ പറഞ്ഞിട്ട് ഞാൻ വേഗം ഓടിപ്പോയിട്ടോ ഗൈസ്. ഞാൻ വേഗം ഓടിപ്പോയി. ഇതാണ് ഗൈസ് പാർക്ക്. പറക്ക്. അപ്പതേ ഞങ്ങൾ പാർക്കിൽ പോയത് പീരങ്കിയ. എന്താ പണ്ട് കാലത്തെ പീരങ്കിയാണ് കേട്ടോ. എൻ്റെ പപ്പ പറഞ്ഞ അങ്ങനെയാണ്. പീരങ്കി പറഞ്ഞ സാധനം എന്താ കുതിര അപ്പതേ ഇതെന്താ സാധനം എനിക്കറിഞ്ഞൂടാത്ത. കുതിര കണ്ടു, ഞാൻ വേഗം ഉള്ളിക്ക് കടന്നു കേട്ടോ. അതാണ് കേട്ടോ ഗൈസ് പാർക്ക്. ഞാൻ വേഗം ഉള്ളിൽ കടന്നു. ഇത് അമ്മയാണ് എടുക്കണേ. ഞാൻ ഉള്ളിൽ കടന്നു, പിന്നെ ഞാൻ വിലക്ക് വന്നു കേട്ടോ ഗൈസ്. അപ്പോൾ ഇതേ കിഡ്സ് പാർക്ക്. അപ്പോൾ ഞാൻ അതിൻ്റെ ഉള്ളിൽ കയറി. അയ്യോ, അപ്പോൾ അതാ കുറേ കുട്ടികൾ പോകണം. ഞാൻ ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോയത്. അപ്പോൾ ഗൈസ് ഞങ്ങൾ താഴെ ഉണ്ട് കേട്ടോ ഗൈസ്. ഒരുപാട് പാർക്കുണ്ട്, എല്ലാത്തിലും ഞാൻ ഇരിക്കും കേട്ടോ ഗൈസ്. ഇത് കണ്ടോ, ഇതിനകം ഞാൻ ഇരിക്കുവേ. അപ്പോൾ അതിലൊക്കെ ഞാൻ ഇരിക്കാൻ വേണ്ടിയിട്ട് വേഗം ഓടിച്ചാടി കയറി. അപ്പോൾ അതേ ഞങ്ങൾ വേഗം താഴെ എത്തി. ഞാൻ ഫസ്റ്റൊക്കെ വിചാരിച്ചു ഞാൻ എന്തിൽ കയറും, എന്തിൽ ഇരിക്കും. ആദ്യമൊക്കെ അതിൽ പ്രാക്ടീസ് ചെയ്യട്ടോ. അതിന് ഞാൻ കയറി. എൻ്റെ പപ്പ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വേഗം കയറി. ഞാൻ അതിൽ പോയി തൊട്ടു. വേഗയ്ക്ക് പേടിയായിട്ട് ഞാൻ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ നമ്മൾ കയറാൻ കുറച്ച് പാടായത് കേട്ടോ ഗൈസ്. അതേ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മേലെ കയറി. അപ്പോൾ ഗൈസ് ഞങ്ങൾ അതിൻ്റെ മേലെ കയറി. ഞാൻ വാശ് കരിയണം. അപ്പോൾ ഗൈസ് അത്രയ്ക്ക് വശമല്ല, ഞാനൊരു പാവമാണ് കേട്ടോ ഗൈസ്. നിങ്ങളെന്നെ വാശുകാരി വിളിക്കല്ലേ. അപ്പോൾ എനിക്ക് പേടിയായിട്ട് ഗൈസ്. അയ്യോ ഞാൻ ഇപ്പോൾ വീഴേ പറഞ്ഞിട്ട് കരയിടയ്ക്ക് അത്രയും പേടിയായി. ഞാൻ വേഗം മേലെ പോയി. മേലെ കയറി തൊട്ടു ഗൈസ്. ആ കുട്ടി നോക്കിക്കേ, എന്നുകാട്ടി ഇതാക്കിയിട്ട് വന്നു. ആ കുട്ടി തൊട്ടിട്ട് ഇറങ്ങി വന്നു. എനിക്ക് പേടി കേട്ടോ. ഞാൻ ഒരു കാലം എടുത്ത് വെച്ചു, പിന്നെ തൊട്ടു. അങ്ങനെ ഞാനിതേ എനിക്ക് പേടിയായിട്ട് ഞാൻ ഇറങ്ങി വന്നു. പപ്പയൊക്കെ കയറാൻ പറഞ്ഞു, ഞാൻ പക്ഷെ വിട്ടുകൊടുത്തു. പിന്നെ ഞാൻ ഏതിലാണ് കയറുക വന്നിട്ട് നോക്കുകയാണ്. അപ്പോഴാണ് സ്ലൈഡ് കണ്ടത്, ഒരു കുട്ടിയുടെ സ്ലൈഡ്. അപ്പോൾ അതിലേക്ക് കുറേ കുട്ടികളതേ അതിനിങ്ങനെ ആക്കും. റോളർ എന്ത് സാധനമാണ്. അപ്പോൾ ഞാൻ ഇതിലായിരിക്കും ഇതിലാണ് കേട്ടോ ഗൈസ് ഞാൻ ഉത്സി വരാൻ പോണത്. അതാ വൈറ്റ് പാവാട കിടന്നാണ് ഞാൻ ബാക്കിൽ ആരാന്ന് നോക്കി. ഞാൻ പെട്ടെന്ന് എത്തിയിട്ട് ഗൈസ്. അതാ ഗൈസ് ഞാൻ വരുന്നു. ഇതാട്ടോ ഗൈസ് ഞാൻ വന്നു. ഞാൻ എല്ലാം കയറാനിട്ട് പിന്നെ ഞാൻ അതിൽ കയറി. ഇതാ ഗൈസ് ഞാൻ ഉരുസി വന്നു. ഈ ചേട്ടയ്ക്ക് കഴിച്ച ഒരു ഉമ്മയൊക്കെ തന്നു. പിന്നെ വേറൊരു താത്തമാർ വന്നു. പിന്നെ ഞാൻ കടന്നിട്ടാണ് കേട്ടോ ഗൈസ് വന്നത്. അപ്പോൾ ഞാൻ ഒരു ഉമ്മയൊക്കെ തന്നു. പിന്നെ വേറെ കുട്ടി, പിന്നെയാണ് ഒരു കുഞ്ഞ് എലിഫൻ്റ്. പിന്നെ ഞാൻ ഒരു തവള കളഞ്ഞു, വലിയൊരു തവള. അതിന് ഞാൻ കയറാൻ നിന്നപ്പോൾ ഒരു കുഞ്ഞു പുഞ്ചിരി ഒരു തേറ്റയൊക്കെ കാണിച്ചു. പിന്നെ അതിൽ കയറി വന്നത് ഇതാണ് കേട്ടോ ഗൈസ്. ഞാൻ കുഞ്ഞു തേറ്റയൊക്കെ കാണിച്ചു. വേറെ താത്തമാർ, കുട്ടികൾ, എൻ്റെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇറങ്ങി വന്നു. അതിൽ പിന്നെ എനിക്ക് ഒന്നും കൂടി കയറണുണ്ടായിരുന്നു. പക്ഷെ ഞാൻ വേണ്ട പറഞ്ഞിട്ട് അതാ പോണെന്നാണ്. എന്താണെന്നറിയില്ല, എനിക്ക് എവിടേക്കോ കയറണമെന്ന് തോന്നി. അപ്പോൾ ഞാൻ പിന്നെ ഇതിൽ കയറാൻ നിന്നു. ഞാൻ ഇതിൽ കയറാൻ ട്രെയിനൊക്കെ ചെയ്തു. പക്ഷേ ഞാൻ വീഴാൻ പോയതുകൊണ്ട് ഞാൻ വേഗം വീണായിരുന്നു. പിന്നെയാണ് ഞാൻ ഒരു സാധനം ഗായ്സ് അത് അടിപൊളിയാണ്. പക്ഷേ ആട്ടിത്തരാൻ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് ഞാൻ ബാക്കിക്കാണ് കേട്ടോ ഗൈസ്. എന്തോ ഒരു സാധനം ബാക്കിക്കാന്ന് ചവിട്ട്. എനിക്കാണെങ്കിൽ ചവിട്ടാനും അറിയില്ല. കുറച്ച് പപ്പയൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടാണ് ഞാൻ ഇങ്ങനെ ചവിട്ടിയത് ഗൈസ്. ഞാൻ വീഴാൻ പോയിട്ട് ഇതെന്താണെന്ന് അറിയില്ല. ഇതിങ്ങനെ ഉരുസുന്ന സാധനമാണ്.
ഞാൻ ഇങ്ങനെ ആക്കിയപ്പോഴാണ് അത് ജസ്റ്റ് അതിങ്ങനെ ഒടിಸಿ അത് പപ്പയാണ് കേട്ടോ ഗൈസ്. പപ്പനെ പേടിപ്പിച്ചിരിക്കുന്നു. ഇതൊരു റോറലാണ്. ഇത് ഉരുണ്ടിന് ഉണ്ടായിരുന്നില്ല. പിന്നെ പപ്പ കുറച്ച് ഉണ്ടി തന്നു. പിന്നെ ഇതേ ഞാൻ ഊഞ്ഞാലിരുന്ന ഗൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിനെ ഞാൻ വിട്ടുകൊടുത്തില്ല. പിന്നെ എനിക്ക് ഇത്രയ്ക്ക് സ്പീഡിലാണ് കുറച്ച് പേടിയുണ്ടായിരുന്നു. പിന്നെ അത് സഹിച്ചിട്ടിരുന്നു കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതേ ഇങ്ങനെ ഊഞ്ഞാലിരുന്നിട്ട് എനിക്ക് മടുക്കോ അതില്ല കേട്ടോ ഗൈസ്. എനിക്ക് ഊഞ്ഞാൽ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. അതേ ഞാൻ ഇങ്ങനെ ഇരുന്നു. മതി പപ്പ എന്ന് പറഞ്ഞാലും പപ്പ നിർത്തിയിട്ടില്ല. പിന്നെ ഞാൻ അങ്ങനെ ആടിക്കൊണ്ടിരുന്നു. പിന്നെ ഞാൻ മതി പറഞ്ഞു. പിന്നെ ആ റോളിലിരുന്നു. പപ്പ പിടിച്ചില്ല. പിന്നെ പിടിച്ചു കേട്ടോ. അവരെ ഞാൻ മെല്ലെ അങ്ങനെ ആക്കാൻ തുടങ്ങി. പിന്നെ ഞാൻ ഊഞ്ഞാലിൽ പോയിട്ട് ഗൈസ്. അപ്പോൾ ഊഞ്ഞാലിൽ പോകണ കണ്ടോ. ഇത് പപ്പ ആട്ടി തന്നാണ്. എന്നിട്ട് നൈസായിട്ടൊന്ന് പൊരിക്കുകയാണ്. പുതിയ പപ്പ അതാ കണ്ട എനിക്ക് നൈസായിട്ട് മുങ്ങിയതാണ് വീഡിയോ. അപ്പോൾ എനിക്കിത് മടുത്തു. പിന്നെ ഞാൻ കയറി. അപ്പോൾ ഞാൻ ഇറങ്ങിയായിരുന്നൊരു ആകാശം. ഞാൻ ആകാശം നോക്കുക ഗൈസ്. നിങ്ങൾ അത് പറ എന്ന്. അപ്പോൾ ഞാൻ ഇങ്ങനെ കറങ്ങിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനെ കറങ്ങണേന്. പിന്നെ എനിക്ക് ഇറങ്ങണം പറഞ്ഞു. അതേ പപ്പ ഇറക്കി. ഇനി എന്തോ നമ്മൾ പോവാനായ സമയത്ത് എനിക്കിത് ഒന്നും കൂടി കയറണം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ വഴിക്കുണ്ടായിരുന്നു. ഞാൻ വിട്ടു കൊടുത്തില്ല. വാശികരം ഞാൻ പറഞ്ഞായിരുന്നു വാശികരല്ല. പിന്നെ പാവോടെ ഒന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മുകളിലെത്തി ഗൈസ്. അപ്പോൾ എൻ്റെ മുകളിലെത്താൻ കുറച്ച് പാടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ പോയി ഉമ്മയൊക്കെ തിന്നു. ഒരു കുഞ്ഞു പുഞ്ചിനെ ചിരിച്ചു. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കാണുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കയറി ഞാൻ അതിന് മേലെ ഇരുന്നു. അത്യാവശ്യം ഗൈസ് ഞാൻ എല്ലാത്തിനും ഇരുന്നു. അപ്പോൾ ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. സമയം ഒരുപാട് അയക്കുന്നു. അപ്പോൾ നേരെ പോവുകയാണ്. അപ്പോൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കാണ് ഗൈസ്. അപ്പോൾ ഞാൻ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കാം. പിന്നെ ഞാൻ ഒരു പൊട്ടാറ്റോ ഫ്ലൈസ് ഓർഡർ ചെയ്തു. അപ്പോൾ പിന്നെ ഒരു സ്വീറ്റ് കൊണ്ടുവന്നു ഒരു സാധനം അത് ഓർഡർ ചെയ്തു. അപ്പോൾ അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഗൈസ്. എവിടെ കണ്ടാലും ഞാൻ അത് മേടിക്കും. അപ്പോൾ ഇതിനൊപ്പം രണ്ടാമത്തെ ടൈമാണ് കഴിക്കുന്നത്. അപ്പോൾ കഴിച്ചപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഇഷ്ടമായി. പിന്നെ അത് ഫുള്ള് ഞാൻ കഴിച്ചത്. എല്ലാവരും മസ്റ്റായിട്ട് വന്നത് ട്രൈ ചെയ്യണേ. അപ്പോൾ കുറേ കാര്യങ്ങൾ ലൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ പോവാൻ നിൽക്കുന്ന സമയമൊക്കെ ഒരുപാടായി. അപ്പോൾ നല്ല ലൈറ്റായിരുന്നു. കാറൊക്കെ പോകുന്നുണ്ടു. അതൊക്കെ നല്ല ശാന്തം. അപ്പം പിന്നെ ഏകദേശം എല്ലാ തിരക്കുകളും കഴിഞ്ഞു. ഞങ്ങൾ മാത്രമേ ഉള്ളൂ പോവാൻ തോന്നുന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോവുകയാണ്. പോകുമ്പോൾ നല്ല ലൈറ്റ്സൊക്കെ ഉണ്ട്. റോഡൊക്കെ കറങ്ങാൻ നല്ല രസമാണ്. എനിക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര ഇഷ്ടമായിട്ട് ഗൈസ്. ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ നമ്മുടെ ലൈറ്റ്സ് ആസ്വദിച്ചിട്ട് നമ്മുടെ നൈറ്റ് റൈഡാണ് ഇതാണ്. അപ്പോൾ സമയം ഒരുപാടായി. ഞങ്ങൾ പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മളിതേ വീട്ടിലേക്ക് പോവുകയാണ്. സമയം ഒരുപാടായി. ഇനി ഇവിടെ നിന്നാൽ കൊക്കാച്ചി വന്ന് പിടിക്കും. ടാറ്റാ ബൈ സീ യു. സിമി ഷൻസ സൈനിങ് ഔട്ട്. ഇനി കുട്ടി വീഡിയോയിലേക്ക് വരാം. ടാറ്റാ.